സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ. അത് വിടണം, അത് വിടണം. താൻ ഓരോരോ ക്യാരക്ടർ ഇങ്ങനെ പറക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ അത് മരിക്കണം. തനിക്ക് എന്നെ എത്ര കാലമായിട്ട് അറിയാം? ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല. ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ സിനിമ വന്നത്, കുറെ അധ്വാനിച്ചിട്ടാ സൂപ്പർ സ്റ്റാർ ആയത്. ഇനി അച്ഛൻ വേഷം, അമ്മാവൻ വേഷം ചെയ്യണോ, കൂട്ടുകാരൻ വേഷം, അളിയൻ വേഷം, വില്ലൻ വേഷം ചെയ്യണോ, കുഞ്ഞുപടം ചെയ്യണോ? നടക്കില്ല. എടോ, എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ. ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും. അത് ചെയ്തു ഞാൻ തന്നെയല്ലേ. ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. അന്ന് താൻ ഫ്രഷ് ആയിരുന്നു. താനൊരു സാധാരണക്കാരനായിരുന്നു. ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇഴുകിച്ചേരാൻ പറ്റുമായിരുന്നു. താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തൻ്റെ പണി പാളി. മോനെ, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തൊന്നും ചെയ്തതിൽ അവസാനമായിട്ട് എന്താണ് എന്തോ കിളിയുടെ ആസനമുള്ളത്? എന്താണ്? സിംഹാസനം. ഗരുഡ സിംഹാസനം. ഗരുഡ സിംഹാസനം. എൻ്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് താനല്ല, അമീർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പായിരിക്കും. സത്യമായിട്ടത്. നമ്മുടെ ആയുഷ്മാൻ ഖുറാനെ കണ്ടിട്ടില്ലേ? എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എടോ, താൻ ഇത്ര വലിയ സുന്ദരൻ, സുമുഖൻ, ഇത്ര ഹൈറ്റൊക്കെ ഇല്ലേ, എന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന് തന്നില്ല. ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ശരിയാക്കി എടുക്കാം. അതൊക്കെ ശരിയാണ്, പക്ഷെ താൻ ശരിയല്ല. തൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്ത്? എടോ, ഇത്രയും കാലമായിട്ട് താൻ എനിക്കൊരു പുസ്തകം തന്നിട്ടുണ്ടോ? പുസ്തകം? താനിവിടെ പലർക്കും പുസ്തകം കൊടുത്തൊക്കെ ഞാൻ അറിയുന്നുണ്ട്. താൻ കുറിച്ച് ഓറ, താൻ എവിടെ പോകും? ആരോറാണ്? താനാണ് ഓറ. ഇരിക്കവിടെ. ഞാൻ ഒന്ന് മുള്ളാൻ പോവാണ്. അതിനും തന്റെ കോച്ചിങ് വേണം. അല്ലെങ്കിൽ ഞാൻ തന്നു വിടാം. കൊണ്ടോ ഒഴിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടെ ഇരിക്കേ. വന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ തനിക്ക് എന്റെ സൂപ്പർ സ്റ്റാർ എടുത്ത് കളയണമല്ലേ? സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലാ ഞാൻ നാളെ കാണിച്ചുതരാം കേട്ടോ. അല്ല, മാഷേ, മാഷേ, മാഷേ. ഇത് മറ്റവനല്ലേ, ഡേവിഡ് പടിക്കൽ. നീ എവിടെ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. നിനക്കൊരു നൈസിനെ അറിയാൻ പാടില്ലേ? ഏത് നൈസാ? കുറ്റം ഉണ്ടായിരുന്നില്ല സാറാ. നീ അവളെ നൈസായിട്ട് ട്യൂൺ ചെയ്തില്ലേ കൊച്ചു കള്ള. നീ പറയുന്നു നൈസിനെ എനിക്ക് അറിയാൻ പാടില്ല, അവന്റെ കുറ്റീനെ എനിക്ക് അറിയാൻ പാടില്ല. നീ ഇവിടെ നിൽക്കുന്ന കാരണം എനിക്ക് മൂത്രമൊഴിക്കാനും പറ്റുന്നില്ല. ഓ, അങ്ങനെ ആവട്ടെ. സാറാ, ഓയ്യോ, മോശമായി പോയി, വളരെ മോശമായി. എടാ, പാൽക്കുപ്പി വേണവേ, ഇടിച്ച് നിന്റെ മോന്ത ഞാൻ ചമ്മന്തിയാക്കും. നീയൊക്കെ ഏതാടാ? എടാ, ഞാനാടാ ഉനൈസിന്റെ ഫ്രണ്ട്. എന്താടാ, നിനക്ക് സുട്ടൂനറിയില്ലല്ലേ? അറിയിക്കാം.
അറിയില്ല. ഏതാണ് ചുട്ടു? മാഷ് കണ്ടിന്യൂ. എന്തിനാ ഉനൈസിനോട് എന്റെ അന്വേഷണം പറയണം. പറയാം. സാറോട് ഒരു സോറി ആ കേട്ടാ. ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ, ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ. അയ്യോ ഡേവിഡില്ല സൂപ്പർ സ്റ്റാർ. ഇന്നലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ. ഈ സൂപ്പർ സ്റ്റാർ പട്ടമുണ്ടല്ലോ, അതൊരിക്കൽ കിട്ടിയപ്പോൾ എന്നെ മാറ്റാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിക്സ് ഓൺ യു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? ടൈം കിട്ടിയില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താ പേര്? നോക്കാം. ആളത്ര പരിചയം തോന്നുന്നു. തരക്കേടില്ല. ഡബിൾ റോളാ? ഓ ട്വിൻസ് ആണല്ലേ, ചോദിച്ചോളൂ. ചേട്ടൻ്റെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് കുറച്ച് ലക്ഷറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ്. വിനോദല്ലേ ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? പിന്നല്ലാണ്ട്. ഡേവിഡ് സാറിന് ഇനി അധിക സമയമില്ല, അതുകൊണ്ട് ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ചൂസ് വൈസ്ലി. ഒരു മിനിറ്റ്. മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞത്. ഈ കൈയടിയാണോ? അത് വെറും പൊള്ളേ പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ കാണണം. താൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ കണ്ടോ. എന്താ ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടാ, ചേട്ടന്റെ നോട്ടം ഉഫ്. സിനിമ പറ. സീൻ സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്.
ഓക്കെ നെക്സ്റ്റ്. ചേട്ടൻ ഫൗജി പടത്തില് മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞതാ. ഓക്കെ പെർഫോമൻസ് വന്നു. ചേട്ടാ മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിലെ ചേട്ടന്റെ ലിപ് ലോക്ക് സീൻ. മര്യാദക്കൊരു സിനിമ കാരണം ഒരാൾ പോലും ഇല്ല നിങ്ങളുടെ ഇടയിൽ. ഒരു സീൻ പറയടാ. എവിടെട്ടാ ആ പ്രേമധീര സിനിമയിലെ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ, പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്തേ, അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്ത് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എനിക്കതിന്റെ പരിപാടിയില്ല. നിങ്ങളുടെ പ്രിൻസിപ്പളോട് ഇരിപ്പുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കാം പരിപാടി ഉണ്ടോന്ന്. അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമോ. എന്ത് പെട്ടെന്നാണല്ലേ കയ്യടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് തെണ്ടികള്. ആ ചോദ്യം ചോദിച്ചോണ്ട് കൈ കിട്ടിയിട്ട് പൊട്ടിച്ചേനെ. ഏയ് നിങ്ങൾ കൂടി കാരണമല്ല അവിടെ ഉണ്ടായത്. ഞാൻ കാരണോ? താണ ഒരുത്തം കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങളെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ? ആ അനുഭവം പറഞ്ഞാണ് കറക്റ്റ്. അവളെന്ത് പറഞ്ഞു? അത് നിങ്ങൾക്ക് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റാ. എന്നാ അവള് പറഞ്ഞ? ഞങ്ങൾ ഡിസ്കഷനിൽ 1-2 വർഷം പറഞ്ഞു. അല്ല പക്ഷെ ശരിക്കും അർത്ഥം എന്താ അതിന്റെ? അത് കുറച്ചധികം ഉണ്ട് ചേട്ടാ. കുറച്ചോ? ഗൂഗിൾ ചെയ്ത് നോക്കലാണ്. ഫോണിൽ മെസ്സേജ് നോക്കാൻ പാടില്ലേ? ഡണ്ണിങ് ക്രൂഗർ എഫക്ട് മീനിങ് ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കിപ്പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ.